എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ്. കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന ഇപ്പോൾ ജനപ്രതിനിധി കൂടിയായ ഡോക്ടർ KT ജലീലിന്റെ അമേരിക്ക ടു മക്ക എന്ന പുസ്തകമാണ്. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. മനോഹരമായ പരിസ്ഥിതി കഥകൾ നമുക്ക് സമ്മാനിച്ച P. സുരേന്ദ്രൻ ആണ് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. KT ജലീൽ എഴുതുമ്പോൾ ഒരു യാത്രാ വിവരണം എന്ന നിലയിലല്ല, മറിച്ച് യാത്രികന്റെ ആത്മഭാവങ്ങളാണ് എഴുതുന്നതെന്ന് P. സുരേന്ദ്രൻ നിരീക്ഷിക്കുന്നു. തൻ്റെ ചെറുമകൻ ഇദ്രിസിനെ കാണാൻ വേണ്ടിയാണ് അമേരിക്കയിലെത്തിയതെങ്കിൽ മക്കയിലെത്തിയത് പുണ്യനഗരത്തിൽ തീർത്ഥാടനത്തിന് വേണ്ടിയാണ്. മക്ക മുതൽ അമേരിക്ക വരെയുള്ള കുറേ പ്രദേശങ്ങളിലൂടെ ഈ പുസ്തകം കടന്നു പോകുന്നു. കുറെ പ്രദേശങ്ങളിലൂടെ മാത്രമല്ല, കുറെ മനുഷ്യരിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പൊതുപ്രവർത്തകൻ മനുഷ്യരുടെ ജീവിതത്തെ തൊടുന്നു, അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്നു, അവരുടെ വികാര വിചാരങ്ങളെ, അവരുടെ കണ്ണീരുകളെ കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ള ആളാണ് ഒരു നല്ല പൊതുപ്രവർത്തകൻ. അതുകൊണ്ടൊരു പൊതുപ്രവർത്തകൻ യാത്രികനാകുമ്പോൾ ഒരു അധ്യാപകൻ കൂടിയാണ് KT ജലീൽ. അപ്പൊ അധ്യാപകൻ തൻ്റെ അധ്യാപക നിർവിശേഷമായ നിരീക്ഷണ പാടവത്തോടുകൂടി, ഒരു അധ്യാപകൻ എപ്പോഴും നല്ല വിദ്യാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ താല്പര്യത്തോടും ജിജ്ഞാസയോടും കൂടി ഈ നാടുകളെ മൊത്തം കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അസ്മയും മരുമകൻ അജീഷും സിലിക്കൺ വാലിയിലാണ് ജോലി ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എഞ്ചിനീയറാണ് അസ്മ. അജീഷ് ആപ്പിളിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മുടെ യുവാക്കൾ ധാരാളം പേർ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അമേരിക്കയിലും UK-യിലും യൂറോപ്യൻ രാജ്യങ്ങളിലും. നാം ആവട്ടെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അമേരിക്കയെ കുറ്റം പറഞ്ഞുകൊണ്ടുവരിക്കും. അമേരിക്ക സാമ്രാജ്യത്വത്തിൻ്റെ വലിയ അപ്പോസ്തലനാണ്. ലോകത്തെ കൊടും ക്രൂരതകൾ കാട്ടുന്ന ഇസ്രായേലിൻ്റെ കൂട്ടുകാരനാണ്. ട്രംപ് ഏറ്റവും വലിയ ലോകത്തിൻ്റെ പോലീസ് ചമയുന്ന ആളാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതേസമയം അമേരിക്കയിലെ ജനങ്ങൾ, അമേരിക്കയുടെ ജീവിതം, അമേരിക്കയിൽ മനുഷ്യർക്ക് നൽകുന്ന പരിഗണന, പൗരന്മാർക്ക് നൽകുന്ന പരിഗണന, അവർക്കുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അത്തരത്തിലുള്ള പൗരബോധം, രാഷ്ട്രത്തിലെയും മറ്റ് ജനങ്ങളുടെ ജീവിതത്തെയും എങ്ങനെ ബാധിക്കും എന്നോർത്ത് ഓരോ ചുവടും സൂക്ഷ്മതയോടെ വെക്കുന്ന രീതി, ഇതൊക്കെ വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. അമേരിക്കയിൽ യാത്ര ചെയ്ത നമ്മുടെ ആളുകൾ, സോഷ്യലിസ്റ്റ് നേതാക്കളാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരാണെങ്കിലും സാഹിത്യകാരന്മാരാണെങ്കിലും അവരൊക്കെ ഉറച്ചു പറയുന്ന ഒരു കാര്യം, അമേരിക്കയിൽ വലിയ തോതിൽ വായന നടക്കുന്നു, അമേരിക്കയിൽ വലിയ തോതിൽ പൗരബോധമുണ്ട്, അമേരിക്കയുടെ ഡെമോക്രസി, ജനാധിപത്യ ബോധം വലുതാണ്. അമേരിക്കൻ നഗരങ്ങളിൽ പലതും നടക്കുന്നു. ഇവിടെ ചൂതാട്ട നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ചൂതാട്ടം അരങ്ങേറുന്നു. താല്പര്യമുള്ളവർക്ക് അവിടെ ചൂതാടാം, മദ്യപിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ റോഡിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്ന മദ്യപാനികളെ കാണാൻ കഴിയില്ല. നമ്മുടെ തെരുവീഥികളിൽ അമ്മപെങ്ങന്മാർക്ക് നടക്കാൻ പറ്റാത്ത വിധത്തിൽ വൃത്തികേടുകൾ കാണിക്കുന്ന മദ്യപാനികളെ അമേരിക്കയിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഇവിടത്തെക്കാൾ കൂടുതൽ മദ്യം അവിടെ ഒരു പക്ഷേ കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. ആഘോഷങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. ഒരു ഭാഗത്ത് കൃത്യമായ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് നല്ല രീതിയിൽ ലൈബ്രറികളും വായനകളും നടക്കുന്നു എന്നതാണ് ഒരു വായനക്കാരൻ കൂടിയായ ജലീലിനെ ആകർഷിച്ച ഒരു വലിയ ഘടകം. പിന്നെ ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ജിയോഗ്രഫിക്കായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കുറവാണ്, വിശദീകരണങ്ങൾ കുറവാണ്. ഭൂപ്രകൃതിയെക്കുറിച്ചല്ല പറയുന്നത്, കാലാവസ്ഥകളെക്കുറിച്ചും ചെറുതായി സൂചിപ്പിക്കുന്നതേ ഉള്ളൂ, ആഹാര രീതികളെക്കുറിച്ചും കടന്നു പോകുന്നേ ഉള്ളൂ. പക്ഷേ മനുഷ്യരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ചുറ്റുപാടും കാണുന്ന മനുഷ്യർ, അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്. യാത്രയുടെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. നമ്മൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത്? നമ്മൾ യാത്ര ചെയ്യുന്നത് ഓരോ നാട്ടിലെയും മനുഷ്യരെ അറിയാനാണ്, ഓരോ നാട്ടിലെയും ജീവിതങ്ങളെ തിരിച്ചറിയാനാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ നാട്, എന്താണ് അവിടുത്തെ വ്യത്യാസം, എന്താണ് അവിടുത്തെ നേട്ടങ്ങൾ, എന്താണ് അവിടുത്തെ കോട്ടങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അവിടെ അദ്ദേഹം അഫ്ഗാനിയും ഒരു ക്യൂബക്കാരനെയും കണ്ടുമുട്ടുകയുണ്ടായി. അവർ പറഞ്ഞ ജീവിതം ഇവിടെ പറയുന്നുണ്ട്. അവരുടെ ജീവിതം, അവരുടെ നാട് ഒക്കെ ഇവിടെ വിശേഷിക്കുന്നു. വഴിയിലൊക്കെ എയർപോർട്ടിലും വീട്ടിലേക്കുമൊക്കെ ടാക്സിയിൽ കയറുമ്പോൾ അദ്ദേഹം നിശബ്ദനായിരിക്കുന്നില്ല, മൊബൈലിൽ നോക്കിയിരിക്കുന്നില്ല, ടാക്സി ഡ്രൈവറോട് സംസാരിക്കുന്നു. അഫ്ഗാനിയായ ടാക്സി ഡ്രൈവർ ഇവിടെ ഡോക്ടർ ജലീലിനോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു പക്ഷേ കേരളം അറിയുമോ എന്നറിയില്ല. കേരളത്തിലെ ഒരു മുൻ ഭരണാധികാരിയാണ്
MLA ആണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. തുറന്ന് കാര്യങ്ങൾ പറയുന്നു. മറ്റൊരു നാട്ടുകാരൻ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഓരോ വാഹനങ്ങളിലൂടെയും ഓരോ മനുഷ്യരിലൂടെയും കടന്നു പോകുന്ന പുസ്തകം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തോടൊപ്പം വളരുന്ന മലയാളികളെ ധാരാളം സ്ഥലങ്ങളിൽ കണ്ടുമുട്ടു. നമുക്കറിയുമല്ലോ, ചന്ദ്രനിൽ ചെന്നപ്പോൾ നീലാംസ്ട്രോങ് അവിടെ മലയാളിയായ ഗോപാലപിള്ള ചായക്കട നടത്തിയത് കണ്ടു എന്ന് തമാശയായി പറയാറുണ്ടെങ്കിലും ലോകത്ത് മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല. സകല സ്ഥലങ്ങളിലും മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്ക് വിശുദ്ധ ഖുർആനും ഇബ്രാഹിം നബി അഥവാ അബ്രഹാമിൻ്റെ കഥയും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് തവനൂർ മണ്ഡലത്തിൻ്റെ MLA ആയ അദ്ദേഹം തവനൂർക്കാരെ കാണുന്നുണ്ട്. അവരുമായി സൗഹൃദം പങ്കുവെക്കുകയും അവരുടെ കൂടെ താമസിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു പോകുന്നുണ്ട്. കായൽ പട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ആ നാട്ടിൻപുറത്തെ പ്രത്യേകതകൾ, പിറന്ന മണ്ണിനോട് കൂട് പുലർത്തുന്നവർ, സ്ത്രീകൾക്ക് നടക്കാൻ പ്രത്യേക നടപ്പാതകളുള്ള, രക്ഷിതാക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ഉത്സുകരായ ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. 31 മസ്ജിദുകളും 7 ക്ഷേത്രങ്ങളും 3 ചർച്ചുകളുമുള്ള മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. സൂഫിസവും പോർച്ചുഗീസുമായി പൊരുതിയ തീരദേശാഭിമാനികളുടെയും ദർഗകൾ അവിടെയുള്ളതായി പറയുന്നുണ്ട്. മുരുകൻ ക്ഷേത്രം അവിടെ കാണുന്നതായി പറയുന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിന് ശേഷം ഇന്ത്യയിൽ 2ാമത്തെ മുസ്ലിം പള്ളിയാണ് കായൽ പട്ടണത്തിൽ നിർമ്മിച്ച കർപ്പടയാർ മസ്ജിദ് എന്നും പറയുന്നു. പിന്നെ തങ്ങൾക്ക് കേരളമാണ് ഗൾഫ് എന്ന തലക്കെട്ടിൽ കേരളത്തിലേക്ക് വരുന്ന, കേരളത്തെ ഗൾഫായി കാണുന്ന ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ പല സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. മാജിഘട്ട്, അതുപോലെ ബംഗാളിയിലെ പ്രദേശങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ബംഗാളിനെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. മാൾഡ എന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് പിന്നീട് അദ്ദേഹം പോകുന്നത്. ഫുൽബാരി ഗവൺമെന്റ് ഹൈസ്കൂൾ, ആ സ്കൂൾ സന്ദർശിക്കുന്നു. അവിടുത്തെ കുട്ടികളെ കാണുന്നു. ഷാഹി രാജവംശത്തിലെ സുൽത്താൻ യൂസഫ് ഷാ നിർമ്മിച്ച ചിക്ക മസ്ജിദ് കാണുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെയും നമ്മുടെ നാട്ടിലും അദ്ദേഹം കടന്നു പോകുന്നു. ഫിറോസ് മിനാറൊക്കെ കാണുന്നു. പിന്നീട് പാമ്പാട്ടികളുടെ ഗ്രാമം, അത് സാംസി എന്ന് പറയുന്ന ഒരു അർത്ഥ നഗരമാണ്. അവിടെ ഒരു മോറൽ അക്കാഡമിയുണ്ട്. വടക്കേ മാൾഡയുടെ ഹൃദയഭൂമിയാണ് സാംസി എന്ന് പറയുന്നു. അവിടെ നൂറാനി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനോടൊപ്പമാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തുന്ന നൂറാനിയെ പോലെയുള്ള താരതമ്യേന അപ്രശസ്തരായ നിരവധി മനുഷ്യരെ അവതരിപ്പിക്കുന്നു എന്നതുകൂടി ഈ പുസ്തകത്തിൻ്റെ സവിശേഷതയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ലോകം. അറിയപ്പെടേണ്ട പലരും അറിയപ്പെടുന്നില്ല, ഒട്ടും അറിയപ്പെടേണ്ടാത്ത പലരും അറിയപ്പെടുന്നു, അവരെ നാം കൊണ്ടാടുന്നു എന്നതും പ്രത്യേകതയാണ്. പുഴുക്കളും മനുഷ്യരും എന്ന് പറഞ്ഞ നമ്മളെ ഉള്ളിൽ തട്ടുന്ന ഒരു ചാപ്റ്ററുണ്ട് ഇതിൽ. അത് പൂർണ്ണമായി വായിച്ചു തന്നെ നിങ്ങൾ അറിയേണ്ടതാണ്. അതിൽ ചരിത്ര കഥനങ്ങളുണ്ട്, നിലവിലുള്ള അവസ്ഥകളുണ്ട്, സർവോപരി ചില ജീവിതങ്ങളുണ്ട്, ചില നുറുങ്ങുവെട്ടങ്ങളുണ്ട്. ആ നുറുങ്ങുവെട്ടമാണ് നമ്മെ മനുഷ്യരാക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. തുടർന്ന് ഖത്തർ, അത്തർ പൂശിയ ഖത്തറിലൂടെ എന്നാണ് അദ്ദേഹം ആ ചാപ്റ്ററിന് നൽകിയിരിക്കുന്ന പേര്. ഇങ്ങനെ ഒരുപാട് പേജുകളുള്ള പുസ്തകം, 192 പേജുകളുള്ള പുസ്തകമാണ്. എല്ലാ അധ്യായങ്ങളുടെയും കടന്നു പോകാൻ കഴിയില്ല. സൗദി, വലിയ മാറ്റങ്ങളുണ്ടായ സൗദിയെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. സൗദി അറേബ്യ മാറ്റങ്ങളുടെ രംഗത്താണ് എന്നുള്ളത്. ആ സൗദിയിലും സന്ദർശിക്കുന്നു. മെക്ക, മദീന എന്ന് പറയുന്ന പുണ്യഗേഹങ്ങൾ, അവിടെ മനുഷ്യർ, അവിടുത്തെ തീർത്ഥാടനം, അതിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകം അവസാനിപ്പിക്കുകയാണ്. ഏറെ ഹൃദ്യമായ, വളരെ ലളിതമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്ന, നാം ജലീലിനൊപ്പം യാത്ര ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ യാത്രാ വിവരണത്തിലും ഉപരി ഇത് ജീവിത കാഴ്ചകളുടെ പുസ്തകം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ അമേരിക്ക ടു മക്ക, എഴുതിയത് ഡോക്ടർ KT ജലീൽ. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.